അല്ലമ്മേ, പാർവതി എങ്ങനെയാണ് ഇതെല്ലാം മുൻകൂട്ടി അറിയുന്നത്? അവള് എന്തിനാ അരവിന്ദന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? അരവിന്ദന് എന്താപത്താണ് വരാൻ പോകുന്നത്? ഒന്നും അറിയില്ല. എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. പാറു, എന്താ മോളെ? അമ്മയ്ക്കെപ്പോഴും ചേച്ചിയുടെ വിചാരം മാത്രമല്ലേ ഉള്ളൂ. എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല അല്ലേ? നിനക്ക് എന്നെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ആരെയും മുൻകൂട്ടി അറിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്റെ കല്യാണവും കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ അറിയിക്കാൻ പറ്റിയില്ല. ഞാനതങ്ങ് ക്ഷമിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും നീയും നിന്റെ ഭർത്താവും കൂടി എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നീ എന്നെ മറന്നൂന്നല്ലേ? അതമ്മേ, ഞാൻ... വേണ്ട വേണ്ട, നീ ഉരുളൊന്നും വേണ്ട. ഏതായാലും ഒരു കാര്യത്തിൽ നീ ഭാഗ്യം ചെയ്തവളാ. നിന്റെ ചേച്ചി മരുമകളായി ചെന്ന വീട്ടിൽ തന്നെ നിനക്ക് മരുമകളാകാൻ സാധിച്ചല്ലോ. അവളുടെ ഭർത്താവിന്റെ അനിയനെ തന്നെ നിനക്കും ഭർത്താവായി കിട്ടിയല്ലോ. അതൊരു പുണ്യം തന്നെയാ. പാർവതിയും നീയും ഒരുമിച്ചൊരു കുടുംബത്തിലുള്ളത് എനിക്കൊരു സമാധാനം തന്നെയാ. നീ എന്നെ ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും എനിക്ക് നിന്നെ അവിടെ വന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും അവിടെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ പാറു ഉണ്ടല്ലോ. അവള് നിന്നെ നന്നായി നോക്കിക്കോളും. എനിക്കത് ഉറപ്പാ. അല്ല മോളെ, നിനക്ക് നിന്റെ ഭർത്താവിനും സുഖാണോ? അമ്മേ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ. അമ്മയ്ക്കോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല മോളെ, സുഖായിരിക്കുന്നു. നീ വെറുതെ വിളിച്ചതാണോ? അല്ലമ്മേ, ഒരാവശ്യത്തിന് വേണ്ടി വിളിച്ചതാ. എന്താ കാര്യം? അല്ലമ്മേ, ഞങ്ങളുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടി മുത്തശ്ശനോട് പറഞ്ഞ് ഒരു മുഹൂർത്തം കുറിച്ചായിരുന്നു. അല്ല, ഇതുവരെ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞില്ലേ? ഇല്ലമ്മേ. അല്ല, അതെന്തു പറ്റി? ഓരോരോ കാരണങ്ങളാൽ നീണ്ടു പോയി. ഇപ്പോ പ്രഭാവതി അമ്മയാ പറഞ്ഞത് മുത്തശ്ശനോട് പറഞ്ഞ് ശാന്തി മുഹൂർത്തത്തിന് നാളെ കുറിക്കണമെന്ന്. ശരി, ഞാൻ മുത്തശ്ശനോട് പറയാം. ആ മുഹൂർത്തം കുറിച്ചിട്ട് അമ്മ എന്നെ വിളിച്ചു പറഞ്ഞാ മതി. എന്നാ ഞാൻ വെക്കട്ടെ അമ്മേ? ശരി. അവളുടെ സ്വഭാവ ഗുണം കൊണ്ടാവും ശാന്തി മുഹൂർത്തം നീണ്ടുപോയത്. ആരോടാ ഈ രഹസ്യമായി സംസാരിക്കുന്നത്? ഞാൻ വിളിക്കാം. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അതുകൊള്ളാം. ഇതേ എന്റെ വീടാ. ഇവിടെ എവിടെ വേണമെങ്കിലും എനിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യാം. അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? എന്താടി, നീ എന്നെ ചോദ്യം ചെയ്യാണോ? അതെ, ചോദ്യം ചെയ്യും. എന്തേ? എന്നോടും മെക്കിട്ട് കയറാൻ വന്നാലേ ഞാൻ നിന്നെ ചോദ്യം ചെയ്തിരിക്കും. എടി, നീ എന്നോട് കളിക്കാൻ നിൽക്കരുത്. റിയ ആരാണെന്ന് നിനക്ക് അറിയില്ല. നീ ആരായ എനിക്കെന്താടി? നീ കൂടുതൽ വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഇവിടുന്ന് തള്ളിയിട്ട് കൊല്ലാൻ പോലും മടിക്കില്ല. എന്നാ കൊല്ലടി, കൊല്ല്. നിനക്കതിനുള്ള ധൈര്യം ഉണ്ടോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ധൈര്യത്തിന് ഈ ഗാർഗിക്ക് ഒരു കുറവുമില്ല. പക്ഷേ തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഏതായാലും എന്റെ ഭർത്താവിന്റെ അതിഥിയായി ഇവിടെ വന്ന് കേറിയവളല്ലേ നീ?
അതിന്റെ ഒരു പരിഗണന ഞാൻ നിനക്ക് തരുന്നു. അങ്ങനെ കരുതിയ മതി. എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് തരുന്ന ഒരു ഔദാര്യം. നീ നിന്റെ ഭർത്താവിനെ കടല് പോലെ സ്നേഹിച്ചിട്ടും അവന്റെ സ്നേഹം എന്നോടാണല്ലോ ഗാർഗി. ഞാൻ നിന്റെ ഭർത്താവിനെ തട്ടിയെടുത്തൂന്ന് നീ കരുതണ്ട കേട്ടോ. അവൻ എന്നെയാണ് സ്നേഹിച്ചു വീഴ്ത്തിയത്. ഇനി അവന് വീണ്ടും നിന്നോട് സ്നേഹം തോന്നിയാ അവനെ നിനക്ക് വിട്ടുതരാൻ എനിക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ല. പക്ഷെ അവന് വീണ്ടും നിന്നോട് സ്നേഹം തോന്നണം. അതുകൊണ്ട് എന്നെ ശത്രുവായി കണ്ട് എന്നോട് മല്ലിടാൻ നിൽക്കാതെ നീ നിന്റെ ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാൻ നോക്ക്. ഓക്കേ? പാർവതിയോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കണമെങ്കിൽ എത്ര നേരം വെയിറ്റ് ചെയ്യണം? വിശാൽ സർ, എടോ, തന്നെ ഒന്ന് തനിച്ച് കിട്ടണമെങ്കിൽ തപസ് ചെയ്യണമല്ലോ. അതെ, ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്താടോ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? സർ, എനിക്ക് ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. ഓ, തനിക്ക് അതാണല്ലോ പ്രധാനം. ജോലിയൊക്കെ ചെയ്തു തീർന്നതിന് ശേഷമല്ലേ തനിക്ക് എന്റെ മുഖം ഓർമ്മ വരൂ. അയ്യോ, എന്റെ പൊന്നു പിണങ്ങിയോ? എന്റെ സാറേ, എന്തൊക്കെ ജോലിയുണ്ടെങ്കിലും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ പാറുവിന്റെ ഉള്ളില് എപ്പോഴും സാറിന്റെ മുഖം തന്നെയായിരിക്കും. ആ സർ, സാറ് സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? ഉം, എന്താ വേണ്ടേ? അതെ, ആ റിയ ഫോണിൽ ആരോടോ രഹസ്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കതില് നല്ല സംശയമുണ്ട്. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. സാർ അതിന് എന്നെ ഒന്ന് സഹായിക്കണം. എടോ, ഇതൊരു നല്ല നടപടിയൊന്നുമല്ല. റിയ വിനയുടെ ഗേൾഫ്രണ്ട് അല്ലേ? അവൾ ആരോട് എന്താ സംസാരിക്കുന്നതെന്ന് അന്വേഷിക്കാൻ പോകുന്നതൊക്കെ ബോറല്ലേ? ഇതൊക്കെ വേണം. അത് മാത്രമല്ല, എനിക്ക് ഈ വക പരിപാടിയൊന്നും അത്ര വശമില്ല താനും. റിയ ഇപ്പൊ ആരോടെങ്കിലും സംസാരിച്ചോട്ടെ, അതിനിപ്പം നമുക്കെന്താ? സർ, ഇത് ഒരു നിസ്സാര കാര്യമല്ല. അവളുടെ ആ ഫോൺ കോളുകളിൽ എന്തൊക്കെയോ ഗൗരവമായിട്ടുള്ള വിഷയമുണ്ട്. സർ, വിനയ്ക്ക് പോലും അറിയാത്ത വിഷയങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഞാനത് പറയാൻ കാരണങ്ങളുമുണ്ട്. മിക്കവാറും വിനയും പ്രഭാവതി അമ്മയും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താ റിയ ഈ രഹസ്യ സംഭാഷണം ഫോണിൽ നടത്തുന്നത്. അതായത് വിനയുടെയും പ്രഭാവതി അമ്മയുടെയും കണ്ണ് വെട്ടിച്ചാണ് റിയ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതെന്ന്. സർ, റിയയുടെ ഫോൺ എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയായിരുന്നു. ആ ഫോൺ കിട്ടണം സർ. അതിനാ ഞാൻ സാറിന്റെ സഹായം ചോദിച്ചത്. സർ, എന്നെ സഹായിക്കണം. എടോ, അത് വേണോ? സർ, വേണം. നമുക്ക് ഗാർഗിയം കൂടെ കൂട്ടാം. കൂടുതലൊന്നും ആലോചിക്കണ്ട. സർ, എന്നെ സഹായിച്ചേ പറ്റൂ. പാർവതി സിയെ അരവിന്ദനെ വിളിച്ച് അയാൾക്കെന്തോ ആപത്ത് വരുന്നെന്ന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. അത് വിനയ് എങ്ങനെ അറിഞ്ഞു? അവൾ അരവിന്ദനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, അരവിന്ദന് ആപത്ത് വരാൻ പോകുന്നു പാർവതി എങ്ങനെ അറിഞ്ഞ?
അതാണ് ഞാനും ചിന്തിക്കുന്നത്. ചേച്ചിക്ക് അതൊക്കെ അറിയാൻ സാധിക്കും. നീ ഞങ്ങൾ പറയുന്നത് കേട്ടോ? മുഴുവൻ കേട്ടില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞ കേട്ടു. നീ എന്താ പറഞ്ഞത്? എനിക്കത് വ്യക്തമായില്ല. ഒന്നുകൂടെ തെളിച്ചു പറ. എന്റെ ചേച്ചിക്ക് ചില ആപത്തുകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെയായിരിക്കും CA അരവിന്ദൻ സാറിന് ആപത്ത് വരാൻ പോകുന്നെന്ന് ചേച്ചി പറഞ്ഞത്. നിന്റെ ചേച്ചിക്ക് എന്താ ദിവ്യദൃഷ്ടി വല്ലതും ഉണ്ടോ? ചേച്ചിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറയണോ? വേണ്ട, അത് പറയണ്ട. ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞ അത് പിന്നീട് പുലിവാലായാലോ? ഇവൾക്കാണെങ്കിൽ ചില മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാം. പല്ലവി, നീ എന്താണ് ഈ ആലോചിക്കുന്നത്? പല്ലവി, വിനയ് ചോദിച്ചത് നീ കേട്ടില്ലേ? നിന്റെ ചേച്ചിക്ക് ദിവ്യദൃഷ്ടി ഉണ്ടോന്ന്. അയ്യോ, ദിവ്യദൃഷ്ടിയൊന്നും ചേച്ചിക്കില്ല. പക്ഷെ അവള് ചിലപ്പോ ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾ ഫലിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അല്ല, CA അരവിന്ദൻ സാറിന് അപകടം ഉണ്ടാവുമെന്ന് ചേച്ചി നിങ്ങളോട് പറഞ്ഞോ? ഞങ്ങളോട് നേരിട്ട് പറഞ്ഞൊന്നുമല്ല. പാർവതി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതാ. അത് പറഞ്ഞത് അരവിന്ദനോടാണെന്ന് തോന്നുന്നു. ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറ് സൂക്ഷിക്കുന്നത് നല്ലതാ. നിന്റെ ചേച്ചി കണ്ടത് സ്വപ്നമായിരുന്നാലും മിഥ്യയായിരുന്നാലും CA അരവിന്ദന് ആപത്ത് സംഭവിക്കുമെന്ന് അവൾ പറഞ്ഞത് അച്ചട്ടാവും. അയാൾക്ക് അപകടം സംഭവിക്കും, അതുറപ്പാ. ഗായത്രി ചേച്ചി, ചേച്ചിയുടെ അച്ഛൻ ചേച്ചിക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന ഇവിടുത്തെ സ്വത്തുക്കളുടെ ആധാരങ്ങള് ഒരു മഞ്ഞ സഞ്ചിയിലാക്കി ആചാര്യ വക്കീല് വഴി ഇവിടെ കൊണ്ടുവന്ന് പാർവതിയെ ഏൽപ്പിച്ചിരുന്നു. ചേച്ചി, അത് അവൾ ഇവിടെ എവിടെയോ കൊണ്ടുവന്ന് ഭദ്രമായി വെച്ചിട്ടുണ്ട്. അതെവിടെ ആയാലും ശരി, ഞാനത് തപ്പി കണ്ടെടുക്കും. അതെനിക്ക് വേണം ചേച്ചി. ആ പിന്നെ, ഞാൻ ഇവിടെ നിന്ന് സഞ്ചി തിരക്കി കണ്ടുപിടിക്കുന്നത് വരെ ഇവിടെ ആരും വരാതെ ഒന്ന് നോക്കിക്കോളണേ പ്ലീസ്. അമ്മ എന്താ ആരും കാണാതെ ഈ മുറിക്കകത്ത് കയറി തെരഞ്ഞത്? മോളെ, അത് പിന്നെ അത് ഞാൻ ആചാര്യ വക്കീൽ ഏൽപ്പിച്ച ആ ഡോക്യുമെന്റ്സ് തേടിയല്ലേ അമ്മ വന്നത്? അതിനുവേണ്ടിയാണ് വന്നതെന്ന് ഈ സഞ്ചി കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ ഉരുളൊന്നും വേണ്ട. അയ്യോ പാവം, ആ ഡോക്യുമെന്റ്സ് കിട്ടിയില്ല അല്ലേ? എന്റെ പ്രഭാവതി അമ്മേ, ഈ സഞ്ചിയിൽ തിരഞ്ഞാലൊന്നും ആ ഡോക്യുമെന്റ്സ് കിട്ടാൻ പോകുന്നില്ല. അത് ഈ സഞ്ചിയിൽ നിന്നും നിങ്ങളൊക്കെ ചേർന്ന് അടിച്ചു മാറ്റുമെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് ഞാനത് ഇതിന്ന് എടുത്തു മാറ്റി നല്ല ഭദ്രമാക്കി വെച്ചേക്കുക. ഓ ഹും, അത് ശരി. അല്ല, പ്രഭാവതി അമ്മയ്ക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ ആ വിൽപത്രത്തിന്റെ 2 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് തരുമായിരുന്നല്ലോ. ഫോട്ടോസ്റ്റാറ്റോ? അതെനിക്കെന്തിനാ? ഒന്ന്, പ്രഭാവതി അമ്മയ്ക്ക് തലക്കിൽ വെച്ച് കിടന്നുറങ്ങാനും, മറ്റേത് അവിടുത്തെ സൽപുത്രൻ വിനയിന് തലയിൽ വെച്ച് കിടന്നുറങ്ങാനും. ഡീ, നിന്റെ സാമർഥ്യോ അതിബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ആ ഡോക്യുമെന്റ്സ് എവിടെ ഒളിപ്പിച്ചു വെച്ചാലും ഈ പ്രഭാവതി അത് കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ കൈക്കലാക്കിയിരിക്കും. ആയിക്കോട്ടെ. എടീ, പ്രഭാവതി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നീ മനസ്സിൽ കുറിച്ചോ, ഇനി അങ്ങോട്ട് നിന്നെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. നമുക്ക് കാണാം. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളങ്ങ് ചെയ്യണം. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരപേക്ഷയേ ഉള്ളൂ. വെറുതെ ആ വിനയം കൂടി നിങ്ങൾ ഈ കളിക്കിറക്കരുത്. എന്തിനാ വെറുതെ അവൻ കൂടി ബലിയാടാവുന്നേ? അവൻ കുറച്ചു കാലം കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. എടീ, എനിക്ക് നിന്റെ സാരോപദേശമൊന്നും കേൾക്കണ്ട. നാളുകൾ എണ്ണി നീ കാത്തിരുന്നോ പാർവതി. അധികം വൈകാതെ തന്നെ നിനക്കിവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. നിന്നെ ഞാൻ ഇവിടുന്ന് പടിയിറക്കി വിടും. പടിയിറക്കിയിരിക്കും. എന്താ പറഞ്ഞോളൂ. ഇതെന്റെ 2 മക്കളുടെയും ജാതകങ്ങളാ. ജോത്സ്യൻ ഇതൊന്ന് നോക്കണം. എന്നിട്ട് ഇതിൽ ഇളയ മകൾ പല്ലവിയുടെ ശാന്തി മുഹൂർത്തം ഒന്ന് കുറിച്ചു തരണം. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോ മാസം 6 ഇതുവരെ ശാന്തി മുഹൂർത്തം നടന്നിട്ടില്ല. അല്ല, ഈ നാട്ടിലെ തന്നെ തലമുതിർന്നൊരു ജ്യോത്സ്യ പണ്ഡിതൻ വീട്ടിലുള്ളപ്പോ എന്തിനാണാവോ ശാന്തി മുഹൂർത്തം കുറിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നത്? ഞാനിത് അച്ഛനോട് പറഞ്ഞതാ. ശാന്തി മുഹൂർത്തം കുറിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുക. പിന്നെ ഞാൻ എന്തു ചെയ്യും? മോൾക്ക് ശാന്തി മുഹൂർത്തം കുറിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇനി അദ്ദേഹം മുഹൂർത്തം കുറിക്കുന്നത് കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ജാതകം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോത്സ്യൻ മുഹൂർത്തം ഒന്ന് നോക്കണം. അല്ല, ശാസ്ത്രികൾ ശാന്തി മുഹൂർത്തം കുറിക്കാൻ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്ത് കാരണം? ഒന്ന് ക്ഷമിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. വാ. സർ, ദേ അവൾ വരുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാർ അവളെ ഇവിടെ പിടിച്ചു നിർത്തണം കേട്ടോ. ബാക്കി ഞങ്ങൾ ഏറ്റു. ഓക്കെ? ആ, ശരി ശരി. കാർക്കി, നീ വാ. നമുക്കേ കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. വാ. എന്തൊരു ചൂടാ.
വിശാൽ എന്നെ നോക്കി ചിരിക്കുകയാണല്ലോ. എന്തു പറ്റി? സാധാരണ എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറുന്ന ആളാണല്ലോ. അല്ല, റിയ ഇപ്പോ എങ്ങോട്ട് പോയതാ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ. പുറത്ത് നല്ല ചൂടാണല്ലേ? അയ്യോ പിന്നെ പൊള്ളുന്ന ചൂടാ. ദേ ഇപ്പൊ ഇവിടെ വന്നിരുന്നപ്പോഴാ ആശ്വാസമായത്. കാർ എടുത്ത് പോയാ മതിയായിരുന്നു. വിനയ്ക്ക് കാറിന്റെ ആവശ്യം ഉണ്ടാവുന്ന കരുതിയാ ഞാൻ കാർ എടുക്കാത്തത്. എന്നാ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ